ഹായ് ഗൈസ്, അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ബ്ലെൻഡറിൽ ഇതേപോലെ എങ്ങനെ റെൻഡർ ഔട്ട്പുട്ട് എടുക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഓൾറെഡി കുറച്ച് സബ്സ്ക്രൈബേഴ്സ് റെൻഡറിങ്ങിനെ കുറിച്ച് ഡൗട്ട് ചോദിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഈ റെൻഡറിങ്ങിനെ മാത്രമായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റെൻഡർ ഔട്ട്പുട്ട് ബ്ലെൻഡറിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ തമ്പനയിൽ കാണുന്ന പോലെ അതെങ്ങനെ ഫോട്ടോഷോപ്പിൽ കൊണ്ട് പ്രോസസ്സ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എല്ലാ വീക്കിലും ബ്ലെൻഡർ ട്യൂട്ടോറിയൽസ് മലയാളത്തിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഞാനപ്പോൾ ഇന്ന് ഈ മോഡൽ വെച്ചിട്ടാണ് ഇന്ന് സീനൊക്കെ സെറ്റ് ചെയ്തിട്ട് റെൻഡർ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ സെയിം മോഡൽ വേണമെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ മോഡൽ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത ഏതെങ്കിലും മോഡൽ ഇമ്പോർട്ട് ചെയ്തിട്ട് അതിൽ ഈ സെയിം ലൈറ്റിംഗ് സെറ്റപ്പിൽ റെൻഡർ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനപ്പോൾ ജസ്റ്റ് ഇപ്പോൾ മെറ്റീരിയൽ പ്രിവ്യൂലാണുള്ളത്. ഞാനിപ്പോൾ ജസ്റ്റ് റെൻഡർ മോഡിലേക്ക് Z പ്രസ് ചെയ്യുക, റെൻഡറിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ലൈറ്റ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് HDRI മാപ്പ് ആഡ് ചെയ്യണം. അതേപോലെ നമുക്ക് എഡ്ജി കൂടെ ഉള്ളൊരു റിം ലൈറ്റും ആഡ് ചെയ്യണം. ഓക്കെ, ഈ ഒരു വേൾഡിൽ പോകുന്നു. അവിടെ കണ്ടോ ഇപ്പോൾ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് എന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഒരു താഴെ കളർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ കളറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് എൻവിറോൺമെൻറ്റ് ടെക്സ്ചർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ കണ്ടോ ഒരു പിങ്ക് കളർ വന്ന്. കാരണം നമ്മളിവിടെ ടെക്സ്ചർ ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മൾ ആ ഒരു HDRI മാപ്പ് ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു പിങ്ക് കളറിലിരിക്കുന്നത്. ഓക്കെ, നമുക്കപ്പം HDRI മാപ്പ് ഇമ്പോർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് HDRI മാപ്പ് എവിടെ നിന്ന് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോളി ഹെവൻ എന്ന് പറഞ്ഞൊരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റുഡിയോ, ഇൻഡോർ, ഔട്ട്ഡോർ ഏത് HDRI മാപ്പാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഇവിടെ കണ്ടോ ഡൗൺലോഡ് എന്നുണ്ട്. ഡൗൺലോഡ് കൊടുത്തിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് HDRI മാപ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്തേക്കുന്ന മോഡലിന് മാച്ച് ആകുന്ന ഒരു കളറിലെയും ലൈറ്റിങ്ങിലെയും HDRI മാപ്പ് നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഒരു HDRI മാപ്പ് ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ജസ്റ്റ് ഞാനിവിടെ പോകുന്നു, ജസ്റ്റ് ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. ഇതുണ്ടോ, ഇതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തേക്കുന്നത് HDRI മാപ്പ്. ഇത് സെലക്ട് ചെയ്യുന്നു, ജസ്റ്റ് ഓപ്പൺ കൊടുക്കുന്നു. കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് കാണാം ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു HDRI മാപ്പ് ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അതായത് ഈ ഒരു HDRI മാപ്പാണ് ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് 360 നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു HDRI മാപ്പ് കാണാം. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ബാക്കിൽ ഒരു ലൈറ്റ് ആഡ് ചെയ്യണം. അതിന് മുമ്പ് നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു HDRI ഹൈഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ റെൻഡർ എഞ്ചിനിൽ പോവുക. ഈ ഒരു ഫിലിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അതിൽ ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു HDRI മാപ്പ് പോയിട്ട് മോഡൽ മാത്രം ജസ്റ്റ് ഐസൊലേറ്റ് ആയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഫ്രണ്ട് വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു ലൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എഡ്ജി കൂടെ ഒന്നും ഒരു റിം ലൈറ്റ് എഫക്റ്റ് ഇല്ല. അത് നമുക്ക് ആഡ് ചെയ്യാം. അതിന് മുമ്പ് നമ്മൾ ഫൈനൽ ഔട്ട് എടുക്കുന്നത് നമ്മൾ സൈക്കിൾസിലാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് പ്രിവ്യൂ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് EVയിൽ ഇട്ടേക്കുന്നത്. ഓക്കെ, സൈക്കിൾസിൽ ഇടുമ്പോഴത്തേക്കിന് നമുക്ക് നല്ല റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ മോഡൽ റെൻഡർ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഞാൻ ആദ്യം ഒരു ക്യാമറ ആഡ് ചെയ്യുകയാണ്. അതിന് Shift A, അതിൽ ക്യാമറ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ക്യാമറ വന്നിട്ടുണ്ട്. എനിക്ക് ഈ ക്യാമറ വ്യൂവിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് കീബോർഡിൽ ടിൽറ്റ് പ്രസ് ചെയ്യുക, വ്യൂ ക്യാമറ സെലക്ട് ചെയ്യുക. കേട്ടോ, ഇപ്പോൾ ക്യാമറ വ്യൂയിലേക്ക് വന്നു. ഇപ്പോൾ വേറെ ആംഗിളിലേക്ക് ക്യാമറ ഇരിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഐക്കൺ കണ്ടോ, ഇവിടെ നിൽക്കുക, എന്നിട്ട് ജസ്റ്റ് വ്യൂവിൽ പോവുക. അവിടെ ക്യാമറ ടു വ്യൂ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് വ്യൂ ലോക്കിൽ ക്യാമറ ടു വ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് ജസ്റ്റ് എനേബിൾ ചെയ്യുക. ഓക്കെ, ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങൾ മൗസിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു ക്യാമറ ബാക്കിലേക്ക് വരും. കണ്ടോ, ഇങ്ങനെ വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഏത് ആംഗിളാണോ വേണ്ടത് ആ ആംഗിൾ നമുക്ക് മൂവ് ചെയ്ത് നോക്കാം. ആ ക്യാമറ മാറുകയല്ല, നമുക്ക് ആ വ്യൂ മാത്രം നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു മോഡലൊന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു എനിക്കിഷ്ടമുള്ള ഈ ഒരു വ്യൂവിൽ ഞാൻ കൊണ്ട് ഈ ഒരു ആക്സിസിൽ ഞാനിങ്ങനെ വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ കണ്ടോ ഇങ്ങനെ മാറ്റി കഴിഞ്ഞത് പോവും. അപ്പോൾ നമുക്ക് പോകാതിരിക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ വരിക, ഇത് ഡിസേബിൾ ചെയ്യുക, ക്യാമറ ടു വ്യൂ ഡിസേബിൾ ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ കണ്ടോ നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു വ്യൂ പോകത്തില്ല. നമ്മൾ ടിൽറ്റ് പ്രസ് ചെയ്തിട്ട് വ്യൂ ക്യാമറ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ആ ഒരു ബാക്ക് ടു ആ വ്യൂവിലേക്ക് തന്നെ വരും. ഇനിയിപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ റെഡ്ജി കൂടെ ഉള്ള ഒരു റിം ലൈറ്റ് ആഡ് ചെയ്യണം. നിങ്ങൾ തമ്പനയിലൊക്കെ കണ്ട പോലെ. എന്നിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുന്നത് ഫോട്ടോഷോപ്പിലാണ്. അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെ ഫോട്ടോഷോപ്പിൽ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാൻ. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ വരുന്നു, ടോപ്പ് വ്യൂവിൽ വരുന്നു, ഷിഫ്റ്റ് പ്രസ് ചെയ്യുന്നു. അതിൽ ലൈറ്റിൽ ഏരിയ ലൈറ്റ് സെലക്ട് ചെയ്യുന്നു. ഏരിയ, ഓക്കെ, ഏറ്റവും താഴത്തെ ലൈറ്റ് ഏരിയ ലൈറ്റ് സെലക്ട് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ലൈറ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ സ്കെയിൽ ചെയ്ത് വെച്ചു. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ടിൽറ്റ് പ്രസ് ചെയ്തിട്ട് റൈറ്റ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ നമ്മുടെ ക്യാമറ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ക്യാമറ വ്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈറ്റ് നേരെ താഴേക്കാണ്. അതായത് ഈ ഒരു ലൈറ്റിൻ്റെ ഈ ഒരു ഐക്കൺ കണ്ടോ ഈ ഒരു ആക്സസിലേക്കായിരിക്കും ഈ ലൈറ്റ് അടിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ 6 പ്രസ് ചെയ്തിട്ട് ഈ ലൈറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത്, അതായത് ക്യാമറ ഇവിടെയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ മോഡലിൻ്റെ ബാക്കിൽ ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇപ്പോൾ ടോപ്പ് വ്യൂ എന്ന് കാണാം, മോഡലിൻ്റെ കറക്റ്റ് ബാക്കിൽ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ടിൽറ്റ് പ്രസ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഈ ലൈറ്റിൻ്റെ, അതായത് ഇപ്പോൾ ലൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഈ ഡേറ്റ വരും. ഈ ലൈറ്റിൻ്റെ ഐക്കണുള്ള ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ വരും ലൈറ്റിൻ്റെ. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു 1000 കൊടുക്കുന്നു. ഇവിടെ ഡിഫോൾട്ടായിട്ട് പവർ എടുക്കുന്ന 10 ആണ്. അത് ഞാൻ മാറ്റിയിട്ട് ജസ്റ്റ് 1000 കൊടുത്തു. ഓക്കെ, കണ്ടോ ഇപ്പം നിങ്ങൾക്ക് കാണാം എഡ്ജിയുടെ ഒരു റിം ലൈറ്റ് എഫക്റ്റ് വന്ന് കാണാം. ഞാൻ ജസ്റ്റ് ലൈറ്റ് ഡിസേബിൾ ചെയ്ത് നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. ഇത് കണ്ടോ, ഇപ്പോൾ ജസ്റ്റ് കണ്ടോ ആ ഒരു എഡ്ജിയുടെ ഒരു റിം ലൈറ്റ് എഫക്റ്റ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ലൈറ്റിൻ്റെ ഒരു കോപ്പി എടുക്കുന്നു,
ഷിഫ്റ്റ് ഡി ആണ് കോപ്പി എടുക്കുന്നത്. ഓക്കെ, കോപ്പി എടുത്തു. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ക്യാമറ വ്യൂവിലുണ്ട് ഈ ലൈറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് വേറെ ആംഗിളിൽ നിന്നും ആ ഒരു റിം ലൈറ്റ് എഫക്റ്റ് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഈ ലൈറ്റ് ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ വെച്ചു, തൊട്ടടുത്തായിട്ട് ഇത് ഇവിടെ വെച്ചു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലൈറ്റിംഗ് എഫക്റ്റ് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ലൈറ്റ് സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആ ലൈറ്റിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയും. അതായത് എത്ര ഏരിയയിലേക്കാണോ സ്പ്രെഡ് ചെയ്യുന്നത് ആ ഒരു ഏരിയ കുറയും. ഇപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ സ്കെയിൽ വെച്ചു. ഇപ്പോൾ എനിക്ക് ഇവിടെ ഒരു റിം ലൈറ്റ് എഫക്റ്റ് കിട്ടി, അതേപോലെ ഇവിടെ ഒരു റിം ലൈറ്റ് എഫക്റ്റ് കിട്ടി. ഇനി ആ ഒരു ലൈറ്റ് ജസ്റ്റ് കോപ്പി എടുത്തിട്ട് ടോപ്പിലും വെക്കുന്നു. അതായത് ഞാൻ ഫ്രണ്ട് വ്യൂവിൽ വന്നു, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു, അതേപോലെ റൈറ്റ് വ്യൂവിൽ വന്നു, ലൈറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു, ഇങ്ങനെ ടോപ്പിൽ വെച്ചു ഒരു ലൈറ്റ്. ഓക്കെ, ഞാനിങ്ങനെ ലൈറ്റ് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു ടോപ്പിൽ, ആ ഒരു മോഡലിൻ്റെ ടോപ്പിൽ ആ ഒരു റിം ലൈറ്റ് എഫക്റ്റ് വരുന്ന കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാച്ച് ആകുന്ന ഒരു ലൈറ്റിംഗ് സെറ്റിങ്സിൽ ആ ലൈറ്റ് മൂവ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ വെക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഒരു ബാക്കിൽ നിന്ന് ഇവിടുന്ന് ഒരു ടോപ്പിൽ നിന്ന് ചെറിയൊരു റിം ലൈറ്റ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിത് സൈക്കിൾസിൽ റെൻഡർ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് EVയിലാണ്. ഇപ്പോൾ ഞാൻ EVയിൽ ഇത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ മെറ്റീരിയൽ പ്രിവ്യൂയിലേക്ക് സ്വിച്ച് ചെയ്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് EV മാറ്റി സൈക്കിൾ സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഡിവൈസ് ഇട്ടേക്കുന്നത് CPU ആണ്. അപ്പോൾ നിങ്ങൾക്ക് പവർഫുൾ CPU ആണ്, ഒരു നല്ല GPU ഇല്ലെങ്കിൽ ജസ്റ്റ് CPU ഇടുക. അതേസമയം നിങ്ങൾക്ക് നല്ല GPU ഉണ്ടെങ്കിൽ ജസ്റ്റ് GPU സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നതുകൊണ്ട് സാമ്പിൾസ് ഒത്തിരി ഹൈ ഇടുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു 50 കൊടുത്തു, അതായത് മാക്സ് സാമ്പിൾസ് നോയിസ് ത്രഷോൾഡും അതേപോലെ താഴെ ഈ ഒരു റെൻഡർ സാമ്പിൾസും ഞാൻ ജസ്റ്റ് 50 കൊടുത്തു. ഓക്കെ, ഞാൻ 50 ആണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഓൾറെഡി ഫിലിമിൽ താഴെ ട്രാൻസ്പെറൻറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടേ വരത്തുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ ചെക്ക് ചെയ്ത് നോക്കാം, നമ്മൾ ലൈറ്റിംഗ് ഒക്കെ കറക്റ്റ് ചെയ്തേക്കുന്നത് കറക്റ്റാണോ. ജസ്റ്റ് Z പ്രസ് ചെയ്യുന്നു, റെൻഡർ വ്യൂ എടുക്കുന്നു. കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിൾസിലുള്ള റെൻഡർ പ്രിവ്യൂ. അപ്പം മറ്റേ EVനെ കഴിഞ്ഞ് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടാണ് നമുക്ക് സൈക്കിൾസിൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇതിൽ കണ്ടോ ഓവറോൾ ലൈറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പം നമുക്ക് HDRIയുടെ ഇൻറ്റൻസിറ്റി കുറച്ച് കുറയ്ക്കാം. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഈ വേൾഡിൽ വരുന്നു, അവിടെ നമ്മുടെ ലോഡ് ചെയ്തേക്കുന്ന HDRI കാണാം. ഓക്കെ, കണ്ടോ ഈ ഒരു HDRIയുടെ നെയിം ഇവിടെ ഉണ്ട്. അതേപോലെ താഴെ സ്ട്രെങ്ത് കണ്ടോ 1 കിടക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് 0.75 കൊടുത്തു. ഓക്കെ, കുറച്ച് ഇൻറ്റൻസിറ്റി കുറച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഈ മോളിലൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം. റെൻഡർ ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു റെൻഡറിൽ വരിക, ജസ്റ്റ് റെൻഡർ ഇമേജ് കൊടുക്കുക, അല്ലെ കീബോർഡിൽ ജസ്റ്റ് F12 പ്രസ് ചെയ്താൽ മതി. കേട്ടോ, നമ്മുടെ മോഡൽ ഇപ്പോൾ റെൻഡർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മുടെ മോഡൽ മാത്രം നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ട് റെൻഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സേവ് ചെയ്തിട്ട് എങ്ങനെ ഫോട്ടോഷോപ്പിൽ കൊണ്ടുപോയിട്ട് നമ്മൾ തമ്പനയിലിൽ കണ്ട പോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഞാനപ്പോൾ ഇമേജിൽ പോകുന്നു, അവിടെ സേവ് ആസ് എ കോപ്പി കൊടുക്കുന്നു, എന്നിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു കളർ ഡെപ്ത് ഞാൻ 16 കൊടുക്കുന്നു. കംപ്രഷൻ, അതായത് എനിക്ക് ക്ലാരിറ്റി ഒന്നും കുറയ്ക്കണ്ട, എനിക്ക് ഫുൾ ക്ലാരിറ്റിയിലാണ്. അതുകൊണ്ട് ഞാൻ കംപ്രഷൻ ജസ്റ്റ് 0 കൊടുക്കുന്നു. ജസ്റ്റ് സേവ്, ഇവിടെ ഒരു പേര് കൊടുക്കുന്നു, റെൻഡറിന്ന് കൊടുത്തു, ജസ്റ്റ് സേവ് ചെയ്തു. ഓക്കെ, ഇമേജ് ഇപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സേവ് ചെയ്ത് ഈ ഒരു റെൻഡർ നമുക്ക് ഫോട്ടോഷോപ്പിലേക്ക് ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുക. അതിനായിട്ട് ഞാൻ ജസ്റ്റ് ആ ഒരു ഫോൾഡറിൽ ആ ഒരു റെൻഡർ ഇമേജ് സെലക്ട് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്തിട്ട് നേരെ ഫോട്ടോഷോപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ കണ്ടോ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് ആ ഒരു റിം ലൈറ്റ് എഫക്റ്റിൽ ആ ഒരു മോഡൽ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ Ctrl+Shift+A പ്രസ് ചെയ്യുന്നു. അന്നേരം നമുക്ക് ക്യാമറ റോ ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ നമുക്ക് കുറച്ച് ഹൈലൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് കോൺട്രാസ്റ്റ് കുറച്ച് കൂട്ടി, അതേപോലെ ഹൈലൈറ്റ്സ് കുറച്ചു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസ് കുറച്ച് കിട്ടും. ഓക്കെ, ഹൈലൈറ്റ്സ് കുറച്ചു, അതേപോലെ ഷാഡോസ് കുറച്ച് കൂട്ടി. ഓക്കെ, നമ്മളിങ്ങനെ കളർ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, ജസ്റ്റ് ടെക്സ്ചർ കുറച്ച് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് കുറച്ചും കൂടെ കിട്ടും. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ പോകുന്നു, ജസ്റ്റ് ഷാർപ്പനിങ് എമൗണ്ട് കുറച്ച് കൂട്ടി കൊടുത്തു. ഓക്കെ, കുറച്ച് ഷാർപ്പാക്കി. ഇനി ഞാൻ ജസ്റ്റ് ഓക്കെ പ്രസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കളർ കറക്ഷനും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ലൈറ്റ് കൂട്ടണം, ജസ്റ്റ് Ctrl+L പ്രസ് ചെയ്യുക, ജസ്റ്റ് ലെവൽസ് കുറച്ച് കൂട്ടുക. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം. അതിന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ പോകുന്നു, ജസ്റ്റ് ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യുന്നു, ജസ്റ്റ് ഇതിൽ ഒരു 2 കളറുള്ള ഒരു ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ബ്ലാക്കും വൈറ്റും കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു വൈറ്റ് ജസ്റ്റ് ഫുൾ വൈറ്റ് കൊടുക്കുന്നില്ല, ഒരു ഡാർക്ക് ഗ്രേ കൊടുക്കുന്നു. ഓക്കെ, ഡാർക്ക് ഗ്രേ കൊടുത്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ പോകുന്നു, ഓക്കെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ തമ്പനയിലൊക്കെ കാണുന്ന പോലെ റെൻഡർ ഔട്ട്പുട്ട് വീഡിയോയിൽ അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളും ജസ്റ്റ് നിങ്ങൾ ചെയ്തേക്കുന്ന മോഡൽ എടുത്ത് ഇതേപോലെ ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് റെൻഡർ ചെയ്ത് നോക്കുക. അതേപോലെ നമ്മൾ ചെയ്ത് അതേപോലെ തന്നെ ഏരിയ ലൈറ്റ്സ് ഒക്കെ വെക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിളിൽ നിന്ന് എവിടെ നിന്നൊക്കെയാണോ റിം ലൈറ്റ് എഫക്റ്റ് ആഡ് ചെയ്യേണ്ടത് അവിടെ നിന്നൊക്കെ ലൈറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതേപോലെ റെൻഡർ ഔട്ട്പുട്ട് എടുത്തിട്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.